എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് സേവ് ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ്. സെൽഫായിട്ട് സ്വന്തമായിട്ട് നമുക്കിപ്പം ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സേവ് ആപ്പ് നമുക്ക് തരുന്ന കമ്പനിയെ കുറിച്ച് ഞാൻ മുമ്പ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു കമ്പനി ഏതാണെന്ന് നമുക്ക് നോക്കാം. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ്. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1998 പാർട്ട്ണർഷിപ്പ് ഫേമിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി 2008 അതിൽ ഇൻകോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ MD രാമചന്ദ്രൻ പാലശ്ശേരി, അദ്ദേഹം തൃശ്ശൂർക്കാരൻ തന്നെയാണ്. അപ്പൊ 27 വർഷം കഴിഞ്ഞ കമ്പനി ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെയായിട്ട് ചെയ്തു വന്നിരുന്നത് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ, ഇപ്പൊ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചെറുതും വലുതുമായ ഒരുപാട് കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, ERP സോഫ്റ്റ്വെയർ, MLM സോഫ്റ്റ്വെയർ ഇതൊക്കെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി, ഒരു IT കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ഈ ഒരു കമ്പനി വേൾഡിൽ ടോട്ടലായിട്ട് അറിയപ്പെടുന്നത് ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിലാണ് കമ്പനി അറിയപ്പെടുന്നത്. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നു. അപ്പൊ 27 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു കമ്പനി ജനങ്ങളിലേക്ക്, നമ്മളിലേക്ക് തന്നിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ് എന്ന് പറയുന്ന മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. 2021 പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ കമ്പനി വെച്ചത്. അതിനുശേഷം ഇത് കൂടുതൽ ആളുകളൊന്നും അറിഞ്ഞില്ല. നമുക്കറിയാം, ഒരുപാട്, നമുക്ക് എണ്ണിയാൽ തീരാതെ ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻസ് നിലവിൽ പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ കമ്പനി ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ വെച്ചതിന് ശേഷം ഇത് കൂടുതൽ ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യണം? കമ്പനിക്ക് ഇവിടെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് സെലിബ്രിറ്റികളൊക്കെ വെച്ചിട്ട്, ഇപ്പം വലിയ വലിയ മമ്മൂട്ടി, മോഹൻലാൽ, അതല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ഇവരൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ മറ്റുള്ള രീതി, ഡയറക്റ്റ് സെല്ലിംഗ്, ജനങ്ങൾ ത്രൂ ഒരു MLM സ്റ്റൈലിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സെലിബ്രിറ്റികളൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അവർ പരസ്യം ചെയ്തു. ഇത് ജനങ്ങൾ വാങ്ങിയാലും ഇല്ലെങ്കിലും കമ്പനി എന്ത് ചെയ്യണം? പരസ്യം ചെയ്തതുകൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ട ലക്ഷങ്ങളും കോടികൾക്ക് ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഇത് ജനങ്ങൾ വാങ്ങിയാലും ഇല്ലെങ്കിലും കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ് എന്തായാലും കൊടുക്കണം, പരസ്യം ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ജനങ്ങളിലൂടെ ആരാണോ സേവ് ആപ്പ് ഉപയോഗിക്കുന്നത്, ആരാണോ ഇത് മാർക്കറ്റ് ചെയ്യാൻ കമ്പനിയെ സഹായിക്കുന്നത്, അവർക്ക് തന്നെ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഏകദേശം 80% മുതൽ 90%, കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 80% മുതൽ 90% ഇത് ജനങ്ങൾക്ക് തന്നെ കൊടുക്കുന്നത്, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ കമ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, 27 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു IT കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഒരു മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. കാരണം ഇതിൽ 10-16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾക്കും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ ഉപകരിക്കുന്ന 16ഓളം ഫീച്ചേഴ്സുകൾ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആരാണോ അയച്ചു തരുന്നത് അവർ നിങ്ങൾക്കൊരു ലിങ്ക് കൂടി അയച്ചു തരും ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് അതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണുക. നല്ലൊരു ബിസിനസ് അവസരം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി. കാരണം ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല. 0 കോസ്റ്റിൽ നമുക്ക് ഇതിലൊക്കെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതുപോലൊരു ലിങ്ക് ആയിരിക്കും നമുക്ക് വാട്സപ്പ് വഴിയോ അതല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയൊക്കെ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവോ ഒക്കെ അയച്ചു തരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഫസ്റ്റ് ആദ്യം ഫുൾ നെയിം, നമ്മുടെ പേര് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവിടെ പേര് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ, അവിടെ ഒന്നും ചെയ്യേണ്ട. തൊട്ട് താഴെ സെലക്ട് സ്റ്റേറ്റ്, നമ്മൾ സ്റ്റേറ്റ് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കേരള കൊടുക്കുന്നു. പിന്നെ ഫോൺ നമ്പർ, നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈവായിട്ട് നമ്മൾ നിലവിലുള്ള ഇമെയിൽ ID കൂടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും നമ്മൾ. നെക്സ്റ്റ് യൂസർ നെയിം, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യൂസർ നെയിം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അത് ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് കൊടുത്തതുകൊണ്ട് വേറെ മാറ്റി കൊടുക്കാൻ വേണ്ടി അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് അവിടെ യൂസർ നെയിം നമുക്ക് കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യൂസർ നെയിം കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പാസ്വേഡ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാസ്വേഡ്, പക്ഷേ ഒരു 8 അക്ക പാസ്വേഡ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കൺഫേം പാസ്വേഡ്, വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ സെയിം അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ മാറിപ്പോകരുത്. പാസ്വേഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ്, തൊട്ട് താഴെ നെക്സ്റ്റ് എന്ന് പറയും. അതിൻ്റെ മുകളിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്നു.
ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ എഗ്രി എന്ന് പറയുന്ന അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ താഴെ കാണാൻ വേണ്ടി പറ്റും. അതിന് മുകളിൽ ടച്ച് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. കാരണം ഇപ്പോൾ നമ്മുടെ ഫോണിലോട്ടോ അതല്ലെങ്കിൽ മെയിലിലോട്ടോ ഒരു OTP വന്നിട്ടുണ്ടാവും. OTP നമുക്ക് എന്ത് വേണം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫോണിൻ്റെ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് തന്നെ പോകും. ബാക്ക് അടിച്ചിട്ട് ഒരിക്കലും പോകരുത്. ഞാനിവിടെ എൻ്റെ Gmail ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് 94. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത് അതിന് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പേജിലോട്ട് വരിക. നേരത്തെയുള്ള പേജിലോട്ട് വന്നിട്ട് ഇവിടെ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. വെരിഫൈ, തൊട്ടതായി വെരിഫൈ ചെയ്യണം. വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളെ ബുക്കിലൂടെ ആരെങ്കിലും ഒന്ന് എഴുതി വെക്കുക. കാരണം നമ്മുടെ ID നമ്പറും ഇതൊക്കെ ഒരിക്കലും വിട്ടു പോകരുത്. കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ വരും. പിന്നെ അടുത്ത പേജിൽ ടു ബിക്കം എ റീസെല്ലർ, അവിടെ റീസെല്ലർ ആവാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ ടച്ച് ചെയ്യുന്നു. നമ്മൾ റീസെല്ലർ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മളെ യൂസർ നെയിം ഉണ്ടല്ലോ, അജു എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളെ യൂസർ നെയിം എന്താണെന്ന് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അത് അവിടെ കൊടുക്കുക. പാസ്വേഡ് തൊട്ട് താഴെ പാസ്വേഡ് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ പാസ്വേഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈനിങ് കൊടുക്കുക. തൊട്ട് താഴെ സൈനിങ് കൊടുക്കുന്നു. സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ബി എ റീസെല്ലർ എന്നിട്ട് റെഡ് കളറിൽ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അപ്പോൾ റീസെല്ലർ ആവാൻ വേണ്ടി പോയി. നമുക്ക് ഇതിലൂടെ വരുമാനമൊക്കെ വേണ്ടതല്ലേ. അപ്പോൾ അതിനുള്ള റീസെല്ലർ ആവാൻ വേണ്ടി ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു, സേവ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. പിന്നെ KYC ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ KYC ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. നമ്മളെ നോമിനിയുടെ പേരും നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസും പാൻ കാർഡൊക്കെ കൊടുത്തിട്ട് അതിലൊന്നും ഒരു പേടിയും ഇവിടെ. കാരണം 10-27 വർഷമായിട്ട് ഫുൾ ലീഗലായിട്ട് പോകുന്ന കമ്പനിയാണ്. KYC ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് വരുന്ന സമയത്ത് ചെയ്താലും മതി. നമുക്ക് വിഡ്രോ ബാങ്കിലോട്ട് മാറ്റാനാകുന്ന സമയത്ത് KYC ചെയ്താൽ മതി. ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ അപ്ഡേറ്റ് കൊടുത്തിട്ട് ഇതുപോലെ വരുമ്പോൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ഈ ബിസിനസ് സൈറ്റിലോട്ട് പിന്നെ എങ്ങനെ കയറുക എന്ന് നോക്കാം. നമുക്ക് ബിസിനസ് സൈറ്റിലോട്ട് കയറണമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഗൂഗിളിലോ ക്രോമിലോ കയറിയിട്ട് നമുക്കിപ്പോൾ ഗൂഗിളിലേക്ക് കയറാം. ഇതിൽ കയറിയിട്ട് നമ്മൾ my saving.in ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ ഫസ്റ്റ് കാണാം മൈ പേഴ്സണൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാം. നമ്മൾ മൈ പേഴ്സണൽ ആപ്പ് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് സൈറ്റിലോട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴോട്ട് പോകുന്ന സമയത്ത് അബൌട്ട് അസ് നമ്മുടെ കമ്പനിയെക്കുറിച്ച് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് 1998 സ്റ്റാർട്ട് ചെയ്ത കമ്പനി, ഇൻഡഗ്ര എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നുണ്ട്. കമ്പനിയുടെ എല്ലാ ഡീറ്റെയിലും അതുപോലെ കമ്പനിയുടെ പ്രൊജക്റ്റുകൾ, കാരണം IT കമ്പനിയാണ്, ഒരുപാട് ബാക്കിയുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് വേൾഡിലൊക്കെ ആയിട്ട്. അതുപോലെ നമ്മൾക്ക് തരുന്ന പ്രൊഡക്റ്റ് സേവ് ആപ്പ് അതും അതുപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ്, കാരണം കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പറയുന്ന രീതിയിൽ എല്ലാ സർട്ടിഫിക്കറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അതെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് ഓഡിറ്റിംഗ് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ തികച്ചും ലീഗൽ 100% ലീഗലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നമുക്ക് വരുന്നൊരു പ്രൊജക്റ്റ് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു അവസരമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് റൈറ്റ് സൈഡിൽ ടോപ്പിൽ വെള്ള വര 3 വെള്ള വര, ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി കണക്റ്റാൻ താഴെ ലോഗിൻ, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുന്നു, സൈനിങ് കൊടുക്കുന്നു, ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് ഞാൻ പറയാം. വരുന്ന സമയത്ത് തന്നെ ഉള്ളത് നമുക്ക് സേവ് ആപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ സേവ് കാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്, ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ പോലെ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, സ്റ്റാർട്ടിങ്ങിലാണ്, ഇപ്പോൾ ഏകദേശം 1 month ആയിട്ടുള്ളൂ. അപ്പോൾ മൈ പർച്ചേസ് വാലറ്റ് എന്നിട്ട് അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 500 പർച്ചേസ് പോയിന്റ് സേവ് കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ പർച്ചേസ് പോയിന്റ് നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വരുന്ന ഓരോ ആൾക്കും ഫ്രീ ആയിട്ട് 500 പർച്ചേസ് പോയിന്റ് കമ്പനി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓരോ വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് 500 പർച്ചേസ് പോയിന്റ് കിട്ടുമ്പോൾ നമുക്ക് 100 പർച്ചേസ് പോയിന്റ്, സ്പോൺസർക്ക് എപ്പോഴും 100 പർച്ചേസ് പോയിന്റ് തരുന്നുണ്ട്. തൊട്ട് താഴെ മൈ റീചാർജ് വാലറ്റ് എന്നിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ വരുമ്പോൾ തന്നെ 50 രൂപ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ട് ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഇതിന് പുറമെ നമ്മൾ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് ആദ്യം മൊബൈൽ റീചാർജോ DTH റീചാർജോ ചെയ്യുമ്പോൾ ഒരു 49 രൂപ നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരും. ഫസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ തന്നെ 99 രൂപ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഓരോ റീചാർജിനും 1 രൂപ 2 രൂപ 3 രൂപയ്ക്കായിട്ട് നമുക്ക് ടോട്ടൽ ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ നമ്മൾ മാക്സിമം ആളുകൾക്ക് ലിങ്കൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ 50 കാണുന്നുണ്ടല്ലോ, അതിലൂടെ 49 99 ആവും. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന പൈസയ്ക്ക് കൂടിയിട്ട് നമുക്ക് 250 രൂപ ആകുമ്പോൾ നമുക്ക് ബാങ്കിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ആ സമയത്ത് KYC നമുക്ക് ചെയ്താലും മതി 250 ആകുമ്പോൾ. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് നമ്മൾ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഞാൻ അതുകൂടി കാണിച്ചു തരാം, ലിങ്ക് ഷെയർ ചെയ്യുന്നത്.
ഇതുപോലെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഷെയർ ചെയ്യാനുള്ള കാണാം. വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് നമ്മളെ ലിങ്ക് അയച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ലിങ്ക് കിട്ടില്ല, അതുപോലെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൂടുതൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇതുപോലെ വാട്സപ്പ് വഴി നമുക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അവർക്കും നമുക്കും എല്ലാവർക്കും ബെനിഫിറ്റാണ്. കാരണം ഗൂഗിൾ പേ കൊടുക്കുന്ന പൈസ നമുക്ക് ഇവിടെ കൊടുക്കണ്ട, എക്സ്ട്രാ ചാർജൊന്നും കൊടുക്കണ്ടല്ലോ. ഇനി അതല്ലെങ്കിൽ നമുക്കിതിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിൽ മൈ ബിസിനസ് എടുത്തിട്ട് നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഇതുണ്ട്. കാരണം എല്ലാ ആൾക്കാർക്കും ഈ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും, അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പേരും ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സേവ് ആപ്പ്, നമുക്ക് റീചാർജ് ചെയ്യുന്ന സേവ് ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഇതിനു വേണ്ടി പ്ലേ സ്റ്റോർ, നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. സേവ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ബിസിനസ് സൈറ്റാണ്. നമുക്ക് വരുമാന കാര്യങ്ങളൊക്കെ റീചാർജൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റൊക്കെ അവിടെയാണ്. മൈ സേവിങ് ഗൂഗിളിലോ ക്രോമിലോ കയറിയിട്ട് നോക്കാനുള്ളത്. ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ, നമ്മൾ കൊടുത്തുള്ള ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഫോൺ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് കൂടി കൊടുക്കുക. യൂസർ നെയിമും പാസ്വേഡ് അല്ല, ഫോൺ നമ്പറും പാസ്വേഡ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഗോ ഇറ്റ് കൊടുക്കുക. 16ഓളം ഫീച്ചേഴ്സുകൾ, പേയ്മെൻറ്റ്സ്, റെസിപ്റ്റ് നിൽക്കുക. കാരണം ഓരോ വ്യക്തികൾക്കും അല്ല കുടുംബങ്ങൾക്കും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ ഉപകരിക്കുന്ന 16ഓളം ഫീച്ചേഴ്സുകൾ. ഇത് നമുക്ക് വേണ്ട, നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ മൊബൈൽ റീചാർജും DTH റീചാർജും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പാസീവ് ഇൻകം നല്ല രീതിയിൽ ഫ്രീ ആയിട്ട്. ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കണമെങ്കിൽ മാത്രം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഉപയോഗിച്ചാൽ. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിലോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണല്ലോ. ഇത് നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഷെയർ ചെയ്ത് കൊടുക്കുക. ലിങ്ക് നമ്മൾ മാക്സിമം നമുക്ക് ഈ ഇതിൽ പെട്ടെന്ന് 250 പെട്ടെന്ന് കിട്ടുന്ന മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു അവസരം നമ്മൾ എത്തിച്ചു കൊടുക്കണം. ലിങ്ക് മാക്സിമം ഫാസ്റ്റായിട്ട് ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം സാമ്പത്തിക ഇടപാട് നമ്മളിവിടെ നടത്തുന്നില്ല, നമ്മൾ ഫ്രീ ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതിൽ ബെനിഫിറ്റാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ലിങ്ക്. അത് ഞാൻ വീണ്ടും പറയുന്നു, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലൊക്കെ ആഡാക്കുന്നുണ്ടാവും. അപ്പോൾ ആഡാക്കി നമുക്ക് ഈ കമ്പനിയുടെ പ്രൊജക്റ്റുകളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തരുന്ന ആളോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ കാണിക്കുക. അതല്ല യൂട്യൂബിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ നമ്പർക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചെയ്യുക. കാരണം 27 വർഷമായുള്ള കമ്പനിയാണ്, ഫുൾ ലീഗലായിട്ട് പോകുന്ന കമ്പനിയാണ്. ഗൂഗിൾ പേക്കൊക്കെ കൊടുക്കുന്ന എക്സ്ട്രാ ചാർജും കാര്യങ്ങളും നമ്മളിവിടെ കൊടുക്കണ്ട. പിന്നെ കമ്പനി കിട്ടുന്ന ലാഭത്തിന് സംതിങ് നമുക്ക് കിട്ടുകയും ചെയ്യും. 1 രൂപ 2 രൂപയ്ക്കായിട്ട് ഓരോ റീചാർജും. വീട്ടിൽ തന്നെ 2, 3, 4 റീചാർജൊക്കെ നമുക്ക് വരുന്നില്ലേ. അപ്പോൾ ഒരു പൈസ നമ്മൾ ഗൂഗിൾ പേക്ക് കൊടുക്കണം. ലക്ഷങ്ങളും കോടികളാണ് ഓരോ ദിവസം ഇവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിൽ നിന്നും ഗൂഗിൾ പേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഫ്രീ ആയിട്ട് ആളുകൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, ലിങ്ക് അയച്ചു കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.